ആ കാട്ടിൽ കുറേ മുയലുകളും എലികളും കൂടി നിന്ന് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വെള്ളവും ഭക്ഷണവും ഇവിടെ ഇല്ലാണ്ടായി. ഇങ്ങനെ പോയാൽ നമുക്ക് ഭാവി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഇതാലോചിക്കാൻ എന്തിരിക്കുന്നു? ഇവിടെ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കണം. അടുത്തുള്ള സ്ഥലത്ത് പോകാനേ നമുക്ക് അനുവാദം ഇല്ല. അടുത്തുള്ള സ്ഥലത്ത് അനുവാദം ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറംകാട്ടി പോയി ഭക്ഷണം എല്ലാം തേടല്ലോ. പുറംകാട്ടി പോവാന്ന് പറഞ്ഞാൽ അപകടം വിളിച്ചു വരുത്തുന്ന പോലെയാണ്. അപകടം ഉണ്ടെന്ന് വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? തീയിൽ കുരുത്തവരല്ലേ, വെയിലത്ത് പാടുവോ? ചിണ്ടു ചേട്ടാ, ഇത് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പ്രവൃത്തിയിലാക്കാനാണ് കഷ്ടം. ധൈര്യമില്ലാത്തവന്റെ കൂടെ ദൈവം പോലും ഉണ്ടാവില്ല. ശരി, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ വരാൻ തയ്യാറാണ്. ആ കാട്ടിൽ ഒരു നിയമമുണ്ടായിരുന്നു. ഓരോ ജീവികൾക്കുമുള്ള സ്ഥലം വിട്ട് മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല. ആഹാരവും വെള്ളവും ലഭ്യമല്ലാത്ത സ്ഥിതിക്ക് എല്ലാ ജീവികളും ആശങ്കാകുലരാണ്. എല്ലാരും തയ്യാറല്ലേ? വാ, നമുക്ക് ഭക്ഷണം തേടി പുറംകാട്ടിലേക്ക് പോവാം. ആ ശരി. അങ്ങനെ ഒരു തീരുമാനമായി. മുയലുകളും എലികളും ഒക്കെ മറ്റൊരു കാട്ടിലേക്ക് പോയി. ആ കാട്ടിലും കുറേ മൃഗങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ കാട് മുഴുവൻ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ. നമ്മൾ എവിടെ പോയി ഭക്ഷണം അന്വേഷിക്കണം? ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം തേടി പോയേ പറ്റൂ. ഇത് വലിയൊരു കാടാണല്ലോ, എവിടെ പോയിട്ടാ ഭക്ഷണം അന്വേഷിക്കുക? എന്തായാലും നമുക്കൊക്കെ അന്വേഷിക്കാം, ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടാതിരിക്കില്ല. അങ്ങനെ വിശന്നു കളഞ്ഞ മൂഷികന്മാരും മുയലുകളും ആഹാരം അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. പക്ഷെ രാത്രിയായിട്ടും അവർക്ക് ഭക്ഷണം കിട്ടിയില്ല. രാത്രിയായി, ഇന്നും നമുക്ക് പട്ടിണിയാണെന്നാ തോന്നുന്നു. വിശപ്പിലും തളർച്ചയിലും അവരൊക്കെ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഉറക്കമുണർന്ന ചിണ്ടുമുയൽ ദൂരെ ഒരു തടാകം കണ്ടു. അയ്യോ, അതൊരു കുളമല്ലേ? എടാ എഴുന്നേക്ക്, നമുക്ക് വെള്ളം കിട്ടി, നമുക്ക് വെള്ളം കിട്ടി. ഉണർന്നെഴുന്നേറ്റ് എല്ലാവരും ആ കുളം കണ്ടു. കൂട്ടുകാരെ, നമുക്ക് വെള്ളം കുടിക്കാൻ പോകാം, വാ. നിൽക്കോ, അവിടെ പോയി വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പ് അത് വേറെ ആരുടെയെങ്കിലും സ്ഥലമാണെന്നോ അന്വേഷിക്കണം. ബൂര പറഞ്ഞ ശരിയാണ്. കാട്ടിൽ നിയമം ഓർമ്മയുണ്ടല്ലോ അല്ലേ? മറ്റുള്ളവരുടെ സ്ഥലം നമ്മൾ അതിക്രമിക്കാൻ പാടില്ല. ഇത് നമ്മുടെ കാടല്ലല്ലോ, വേറെ കാടല്ലേ. ഇവർക്ക് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് നിങ്ങൾക്കാരെങ്കിലും അറിയാവോ? ആദ്യം നമുക്ക് പോയി നോക്കാന്നേ. വരുന്ന വഴിക്ക് കാണാം. ഇത് ആരുടെ സ്ഥലം അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലം കയ്യേറാം. എല്ലാവരും കുളം നോക്കി നടക്കാൻ തുടങ്ങി. കുളത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ കുറെ ആമകൾ അവരെ നോക്കി നീന്തി വന്നു. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളുടെ പ്രദേശത്തിന് എന്തിനാ വന്നത്? ഞങ്ങൾ ഭക്ഷണം തേടി ഇവിടെ വന്നതാണ്. ഇവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടിയാണ്. സ്ഥലം കാലിയാക്കാൻ നോക്കൂ. എടാ ആമേ, നീ വലിയ ഹീറോ ആകാൻ ശ്രമിക്കല്ലേ ഇവിടെ. നീയും നിന്റെ ആമക്കൂട്ടവും വന്ന വഴി തിരിച്ചു പോയിക്കോ. ഞങ്ങൾ പോയില്ലെങ്കിൽ നീ എന്തു ചെയ്യുന്ന? ഞാനേ എല്ലാവരുടെയും മോന്തയടിച്ച് ഷേപ്പ് മാറ്റി. എടാ ചീഞ്ഞ ക്യാരറ്റ് നിന്നവനെ, ഇത് ഞങ്ങളുടെ കാടാണ്, സ്ഥലം വിട്ടു അവിടെ നിന്ന്. രണ്ടുപേരും വാക്ക് തർക്കത്തിലെത്തി. നിർത്തുന്നേ, കുട്ടികളെ പോലെ അടികൂടിക്കൊണ്ടിരിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്? എടാ അമ്മേ, എനിക്ക് നല്ലോണം അറിയാം ഈ സ്ഥലം ആരുടെ അല്ലാന്ന്. നിങ്ങളും ഞങ്ങളൊക്കെ ഒരേ സമയത്താണ് ഇവിടെ എത്തിയത്. നിങ്ങളെക്കാളും മുമ്പേ എത്തിയത് കൊണ്ടേ ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. അല്ല, ഈ സ്ഥലം ഞങ്ങളുടെ തന്നെയാണ്. അത് പോയി പള്ളി പറഞ്ഞാൽ മതി. ഞങ്ങളവിടെ ആദ്യം വന്നത്. ആമകൾക്കും മറ്റുള്ളവർക്കുമിടയെ ശണ്ട തുടങ്ങി. ശരി, എനിക്ക് നല്ലോണം അറിയാം ഈ സ്ഥലം ആരുടെ അല്ല എന്ന്. പക്ഷേ നമുക്ക് രണ്ട് കൂട്ടർക്കും ഈ സ്ഥലം വേണം. എന്താ ശരിയല്ലേ? അതെ. ഈ സ്ഥലത്തിന്റെ അവകാശമേ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് തീരുമാനിക്കുന്നത്. ബുദ്ധി കൊണ്ടോ? അതെങ്ങനെ? ഇവന്മാരൊരു പൊട്ടന്മാരാണല്ലോ. ഇവരുടെ ഒരു റേസ് വെച്ച് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലം ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ കൈക്കലാക്കാം. ഇങ്ങനെ ആലോചിച്ച മുയൽ പറഞ്ഞു, നോക്കൂ, ആമകൾക്കും മുയലുകൾക്കും ഇടയ്ക്ക് ഒരു ഓട്ടപ്പന്തയം വെക്കാം. ആരാണോ ജയിക്കുന്നത് അവർക്കായിരിക്കും ഈ സ്ഥലം. ഒന്നും ആലോചിക്കാതെ തന്നെ ആമ സമ്മതം മൂളി. ഞങ്ങൾ സമ്മതിക്കുന്നു. രണ്ടു പക്ഷത്തു നിന്നും ഒരാൾ വീതം മത്സരത്തിനൊരുങ്ങി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പങ്കെടുക്കും. ഈ ആമകൾക്ക് തോൽവി എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എടാ എലി, മിണ്ടാതിരിക്കും. ഇത് കുട്ടിക്കളിയൊന്നല്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാനായിരിക്കും ഈ റേസിൽ പങ്കെടുക്കാൻ പോകുന്നത്. നീ ഞങ്ങളെ തോൽപ്പിക്കുന്നതാണോ പറയുന്നത്? ഈ റേസിൽ ഞാൻ ഒരു കാലിൽ ഓടിയാലും ഞാനേ ജയിക്കുള്ളൂ. എടാ മുയലേ, റേസ് കഴിഞ്ഞ് നോക്കാം ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു. ശരി, നോക്കാടാ. അങ്ങനെ ആമയും മുയലും ഓട്ടമത്സരത്തിനൊരുങ്ങി. ലാൽ ആമയും ചിണ്ടുമുയലും ഓട്ടപന്തയത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിലയുറപ്പിച്ചു. നോക്കൂ, ആ പ്രദേശം മുഴുവൻ ആദ്യം ചുറ്റി ഇവിടെ എത്തുന്നവനായിരിക്കും ആ പ്രദേശത്തിന്റെ പുതിയ അവകാശി. സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ മത്സരം ആരംഭിച്ചു. ചിണ്ടുമുയൽ മിന്നൽ വേഗത്തിൽ പാഞ്ഞു. ലാൽ ആമയോ പതുക്കെ നടന്നു നീങ്ങി. ഓടടാ ലാൽ സിംഗ്, ആ മുയലെ നീ തോൽപ്പിക്കണം. എടാ ചിന്തു, അടിപൊളി, അങ്ങനെ തന്നെ ഓടിക്കോ.
പന്തയത്തിൽ ചിണ്ടുമുയൽ ആമയെക്കാളും ഒരുപാട് മുന്നിലെത്തിയിരുന്നു. ഇത് കണ്ട ബോലു പറഞ്ഞു, ഈ റേസ് നമ്മളെ ജയിക്കുള്ളൂ. ചിണ്ടുവിനെ കാണാനേ ഇല്ല, അവൻ വളരെ മുമ്പിലെത്തി. ആമയെക്കാളും ഒരുപാട് ദൂരം മുന്നിലെത്തിയിരുന്ന ചിണ്ടുമുയൽ ഒരിടത്തു നിന്നും തിരിഞ്ഞു നോക്കി. ബൈസൈക്കിളും ഫെരാരി റേസ് വെച്ചാൽ എന്ത് നടക്കാനാ? അവനെ കാണുന്ന പോലുമില്ല. തന്റെ ഓടാനുള്ള കഴിവിൽ അഹങ്കരിച്ച ചിണ്ടുമുയൽ ഇങ്ങനെ ആലോചിച്ചു. കുറച്ചേറെ വിശ്രമിക്കാം, അവൻ ഇവിടെ എത്താൻ തന്നെ വൈകുന്നേരം ആകും. ചിണ്ടുമുയൽ ഒരു മരച്ചുവട്ടിൽ ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങി. അപ്പോഴും ലാൽ ആമ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എലിയും കൂട്ടരും ഫിനിഷിംഗ് പോയിന്റിൽ ചിണ്ടുവിനെയും കാത്തു നിൽക്കുകയായിരുന്നു. ആ ചിണ്ടു എന്താ ഇതുവരെയ്ക്ക് ഇവിടെ എത്താത്തത്? ശരിയാണല്ലോ, ആളെ കാണുന്നില്ലല്ലോ. അവൻ ഒറ്റക്കാലിൽ ഓടിയാലും ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ലാൽ ആമ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തന്റെ കഴിവിൽ അഹങ്കരിച്ചിരുന്ന ചിണ്ടുമുയൽ ആഴ്ന്ന ഉറക്കത്തിലായിരുന്നു. വിജയം മാത്രം ലക്ഷ്യമാക്കി പതുക്കെ പതുക്കെ ഓടിക്കൊണ്ടിരുന്ന ലാൽ ആമ ഉറങ്ങുന്ന ചിണ്ടുമുയലിനെയും കടന്നുപോയി. പകൽ പതുക്കെ മാറി സന്ധ്യയായി. ചിണ്ടുമുയൽ ഉറക്കമുണർന്നു. അയ്യോ, സന്ധ്യയായല്ലോ. ആ ആമ എന്നെ കടന്നു പോയോ? ഛേ, അറിയാതൊന്ന് ഉറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ കുതിച്ചു ചാടിയ ചിണ്ടുമുയൽ ലാൽ ആമയെ പിന്നിലാക്കി. എന്നിട്ട് അഹങ്കാരത്തോടു കൂടി അവൻ പറഞ്ഞു, എടാ ആമേ, ഞാൻ നടന്നു പോയാലും ഈ റേസ് എന്നെ കൊണ്ട് ജയിക്കാൻ പറ്റും. ഞൊടിയിടയിൽ തന്നെ ഒരുപാട് ദൂരം താണ്ടിയ ഗർവിഷ്ഠനായ ചിണ്ടുമുയൽ ഇങ്ങനെ ആലോചിച്ചു. എങ്ങനെയാണോ സിംഹം ഒരു ഇരയെ പീഡിപ്പിച്ച് കൊല്ലുന്നത്, അതേപോലെ തന്നെ ഞാൻ ഇവനെ പീഡിപ്പിച്ച് തോറ്റ് തുന്നം പാടിക്കും. ഒരു കാര്യം ചെയ്യാം, ഇവിടെ കിടന്ന് കുറച്ച് വിശ്രമിക്കാം. ആ ആമ എന്നെ കടന്നു പോയിക്കോട്ടെ, അതിനുശേഷം അവൻ അപമാനിച്ച് എൻ്റെ കഴിവ് ഞാൻ കാണിച്ചു കൊടുക്കാം. തനിക്ക് അതിവേഗത്തിൽ ഓടാൻ കഴിയുമെന്ന അഹങ്കാരം കൊണ്ട ചിണ്ടുമുയൽ ഉറങ്ങി. ഉറങ്ങുന്നതിന് മുമ്പ് വഴിയിൽ കുറച്ച് മുൾച്ചെടികളും മരക്കഷ്ണവും ഇട്ട് വയ്ക്കാം. അവൻ എന്നെ കടന്നാലും ഇത് കടന്നവന് പോകാൻ പറ്റില്ല. തണുത്ത കാറ്റേറ്റ് ചിണ്ടുമുയൽ നന്നായി കൂർക്കം വലിച്ചുറങ്ങി. ഈ സമയത്ത് ലാൽ ആമയോ ലക്ഷ്യത്തോടുകൂടി ഇഴഞ്ഞു നീങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വേഗമോ വേഗമില്ലാത്തതോ അല്ല ഇവിടുത്തെ പ്രശ്നം. ലക്ഷ്യം മാത്രം നോക്കിയുള്ള പ്രയാണം, അതാണ് സർവപ്രധാനം. തന്റെ ഓടുന്നതിലുള്ള അസാധ്യമായ കഴിവിൽ ചിണ്ടുമുയൽ വല്ലാതെ അഹങ്കരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. പക്ഷേ നല്ല തണുത്ത കാറ്റേറ്റ് ചിണ്ടുമുയൽ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. വഴിയിൽ നിരത്തിയിട്ടിരുന്ന മുൾച്ചെടികളെയും കമ്പുകളെയും കണ്ട ആമ ചിന്തിച്ചു, ഇതാ മുയലിന്റെ പണി തന്നെ. ബഹളമൊന്നും ഉണ്ടാക്കാതെ ആമ അതൊക്കെ എടുത്തു മാറ്റി വഴി വൃത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. രാത്രിയായി. ആമ പതുക്കെ പതുക്കെ നടന്ന് മുന്നോട്ട് നീങ്ങി. അവൻ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്തെത്തി. അപ്പോഴാണ് ചിണ്ടുമുയൽ കണ്ണു തുറന്നത്. അയ്യോ, രാത്രിയായി. ഞാൻ വേഗം ഓടിയില്ലെങ്കിൽ ആ ആമയായിരിക്കും റേസ് ജയിക്കുന്നത്. തന്റെ തെറ്റു മനസ്സിലാക്കിയ ചിണ്ടുമുയൽ വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഓടി ഓടി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിണ്ടുമുയൽ കണ്ടത് ദൂരെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടന്നെടുക്കുന്ന ആമയായിരുന്നു. എന്റെ ദൈവമേ, ഇവൻ അവിടെ എത്തിയോ? പരിഭ്രാന്തനായ ചിണ്ടുമുയൽ അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. ഇത് കണ്ട് ആമകൾ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു, ലാൽ സിംഗ്, വേഗം ഓട്, ആ മുയൽ നിന്റെ പുറകിലെത്തി. അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന അഹങ്കാരിയായ മുയലിന് കാലിടറി താഴെ വീണു. അയ്യോ എന്റെ അമ്മേ, എന്റെ കാല് പോയേ. ഈ സമയം കൊണ്ട് ആമ ഇഴഞ്ഞു നീങ്ങി ഫിനിഷിംഗ് ലൈനിന്റെ തൊട്ടടുത്തെത്തി. ചിണ്ടു, വേഗം എഴുന്നേക്ക്, നീ തോറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടില്ല. താഴെ വീണ മുയൽ ശക്തി സംഭരിച്ച് വീണ്ടും ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ആമ ഫിനിഷിംഗ് ലൈൻ തൊടാനൊരുങ്ങി. സർവശക്തിയും എടുത്ത് ഓടിയ മുയൽ ആമയുടെ തൊട്ടു പുറകിലെത്തി. പക്ഷേ അപ്പോഴേക്കും ആമ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തിരുന്നു. ഞാൻ ആ മുയലിനെ തോൽപ്പിച്ചു. നമ്മൾ ജയിച്ചു. ഇത് കണ്ട മുയലുകളും എലികളും കരയാൻ തുടങ്ങി. അതിനുശേഷം ആ പ്രദേശം ആ ആമകളുടെ സ്വന്തമായി. കൂട്ടുകാരെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് പ്രയാസങ്ങളെയും അതിജീവിച്ച് വിജയിക്കാനാവും എന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.